ആണെങ്കിലും നീ അവരെ ബഹുമാനിക്കണമെന്ന സന്ദേശം പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളാണ് ഈ മജ്‌ലിസിന് നേതൃത്വം നൽകുന്നത്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ച് ഭക്ഷിക്കുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അയൽവാസിയുടെ മതം പറഞ്ഞില്ല. അവൻ ഹിന്ദു ആകട്ടെ, അവൻ മുസൽമാനാകട്ടെ, അവൻ ക്രിസ്ത്യാനിയാകട്ടെ, അവൻ മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ച് ഭക്ഷിക്കുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ നബിയുടെ പേരക്കുട്ടികൾക്ക് ഇതുപോലെയുള്ള സന്ദേശം നൽകാനേ സാധിക്കുകയുള്ളൂ എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ നമുക്ക് സാധിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സാഹോദര്യമാണ്, ആ സാഹോദര്യം ഏറ്റവും കൂടുതൽ ഊട്ടിയുറപ്പിക്കേണ്ട ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാടിന്റെ നാനാഭാഗങ്ങളിലും മതത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും പാവപ്പെട്ട മനുഷ്യന്റെ മക്കൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യന്റെ മക്കൾ കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കിടക്കാൻ ഒരു ഇടമില്ലാതെ, ഉടുക്കാൻ തുണിയില്ലാതെ, എന്തിനേറെ പറയുന്നു കരയാൻ കണ്ണുനീര് പോലുമില്ലാതെ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ തമ്മിലടിച്ചുകൊണ്ട് മനുഷ്യന്റെ മക്കൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇതാ ഞങ്ങൾക്ക് സഹായം നൽകുമ്പോ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുമ്പോ ഞങ്ങൾക്ക് മതമില്ല, മതം നോക്കാറില്ല, ജാതി നോക്കാറില്ല, അവരെ ഒന്നും നോക്കാറില്ല. ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും പാവപ്പെട്ടവനാണോ ദുരിതമനുഭവിക്കുന്നവനാണോ അവർ ഏറ്റെടുക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് ദൂരെ ഹബീബ് ഈ ഒരു ചടങ്ങിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. എല്ലാ മതങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശമാണ്. ഒരു മുസ്ലിമിന് ഭീകരവാദിയാകാൻ കഴിയില്ല, ഒരു ഹിന്ദുവിന് തീവ്രവാദിയാകാൻ കഴിയില്ല. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആധികാരിക ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന ആളുകൾ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ള, മുരട്, മൂർഖൻ പാമ്പ് വരെ ആയിരക്കണക്കിന് ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന ആളുകൾ നിങ്ങൾ ചീത്ത പറയരുത് എന്ന സന്ദേശമാണ് പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഹൈന്ദവ സഹോദരങ്ങളുടെ ഏറ്റവും അവർ ബഹുമാനിക്കുന്ന അവരുടെ രാമായണത്തിലെ വലിയതായ ഒരു ശ്ലോകം അവസാനിക്കുന്നത് ഓം ശാന്തി എന്ന സമാധാനത്തിന്റെ വാക്കുകൊണ്ടാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സുന്ദര സന്ദേശമാണ് ക്രിസ്ത്യാനി ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ധാരാളം ആളുകൾ പരിശുദ്ധമായ മക്കയെ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്ന സമയമാണ്, മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് സിയാറത്തിന് പോകുന്ന സമയമാണ്. അല്ലാഹു അവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഭാഗ്യം നൽകട്ടെ. നമുക്കൊക്കെ ഒരുപാട് തവണ ഇനിയും മക്കയിൽ പോകാത്ത ആളുകൾക്ക് പോകാനും പോയ ആളുകൾക്ക് ഇനിയും പോകാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അവര് മാലയിട്ട് അവർ ശബരിമലയിലേക്ക് പോകാറുണ്ട്. ആ ശബരിമലയിലേക്ക് പോകുമ്പോ ശബരിമലയിലെ 18ാം പടി കയറി അവരവിടെ അയ്യപ്പനെ തൊഴുകുമ്പോ അവരുടെ